ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോയി. ഇനി ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല, എന്നാലും 100% ശുഭപ്രതീക്ഷ എപ്പോഴും പറയുന്ന പോലെ നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നടത്താനായിട്ട് പറ്റട്ടെ. എൻ്റെയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഗൈസ്. പകുതി മുക്കാലും നടക്കാറില്ല, വല്ല 1-2 നടന്നെങ്കിൽ നടന്ന്. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ പ്രത്യേകിച്ച് റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. നോർമൽ പോലെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ന്യൂ ഇയറിനടുത്ത് ന്യൂ ഇയർ സ്പെഷ്യൽ വ്ളോഗൊന്നും അല്ല. നമ്മൾ അതിന് മുമ്പ് നമ്മുടെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്ന് 4 ദിവസം നമുക്ക് ഫ്രീ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ കോളേജ് തുറക്കും. അപ്പോൾ 4 ദിവസം നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് എടുത്ത് അതിലൊരു ദിവസം നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മുടെ കസിൻസിനെയൊക്കെ കാണാൻ പോയതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞ് എൻ്റെ അനിയൻ ഏതൊക്കെയോ വഴി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അവസാനം വീട്ടിലെത്തിയാൽ മതിയായിരുന്നു, നമുക്ക് നോക്കാം. ഇവിടെ എന്താ എന്തോ കിണറും കുളമൊക്കെ ഉണ്ട്. നല്ല വെള്ളം, നല്ല കണ്ണീര് പോലത്തെ വെള്ളം. എന്താ ഇത് വ്ളോഗെടുത്ത് അവസാനം വെള്ളത്തിൽ വീഴാതെ മതി. എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്? വീട്ടിലെത്തുമോ നമ്മൾ? ഞാൻ ഈ വഴിയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. മര്യാദയ്ക്കുള്ള വഴി വരണ്ടതിനും വരെ ഏതൊക്കെയോ വീട്ടേ കൂടെ ഒക്കെ നടത്തുവാണ് ഗൈസ്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ച അവളോ എടുക്കുന്നത് വീഴെഴുതെന്ന് പറയാം. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു അനിയനെയാണ് ഗൈസ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ എന്നാൽ ക്യാമറ ഓഫ് ചെയ്യട്ടെ. ഇനി വീണ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലെങ്ങാനും വീണാൽ പിന്നെ എടുത്തിട്ടും കാര്യമില്ല, കൊള്ളൂല. ഓക്കെ, ബൈ. അങ്ങോട്ടേക്ക് പോയപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത്. തിരിച്ചിങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ആ പട്ടിയുടേത്. ഹസ്കി ബ്രീഡാണെന്ന് തോന്നുന്നു. അത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. വയ്യാഴിക വന്നപ്പോൾ അതിനെ ഇറക്കി റോഡിലോട്ട് വിട്ടു. അവർക്ക് ആ വിട്ട ആൾക്കാർക്ക് വയസ്സാവുമ്പോൾ അവരുടെ പിള്ളേരും ഇതുപോലെ അവരെ റോഡിൽ ഇറക്കി വിടാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിലുള്ള ഇവരുടെ ഭംഗിയൊക്കെ കണ്ട് വളർത്താനായിട്ട് വലിയ കാര്യത്തിൽ മേടിക്കും. വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും റോഡിലോട്ട് ഇറക്കി വിടും. നിങ്ങളെക്കൊണ്ട് അവസാനം വരെ അവരുടെ കൂടെ നിന്ന് നോക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ദൈവത്തെ ഓർത്ത് മേടിച്ച് വളർത്താതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും അത്. കാരണം പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന, അവരുടെ ഏതവസ്ഥയിലും കൂടെ നിന്ന് വളർത്തി ശുശ്രൂഷിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരാരെങ്കിലും മേടിച്ച് അതിനെ വളർത്തിയേനെ. നമ്മളോട് യാതൊരു ദ്രോഹവും ചെയ്യാത്ത ഈ വക പാവം പിടിച്ച ജീവികളെയൊക്കെ ദൈവത്തെ ഓർത്ത് ദ്രോഹിക്കാതിരിക്കുക അങ്ങോട്ടേക്ക്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്മയുടെ അച്ഛൻ്റെയും കൂടെയോ അല്ലെങ്കിൽ അനിയൻ്റെ കൂടെയോ പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും, എനിക്കൊരു കോലിമിഠായി വാങ്ങിത്തരുമോ അല്ലെങ്കിൽ ഒരു നോർമൽ മിഠായി ഏതെങ്കിലും വാങ്ങിത്തരുമോ എന്നുള്ള ചോദ്യം. അത് കേട്ട് സ്ഥിരമായതുകൊണ്ടും പിന്നെ ഞാൻ ഇപ്രാവശ്യവും മടിയില്ലാതെ ചോദിച്ചുകൊണ്ടും എനിക്കിതേ ചോക്കി ഞാനും അനിയനും കൂടെ പോയി ചോക്കി വാങ്ങി. അതുപോലെ തന്നെ എനിക്കൊരു ഫ്രൂട്ടിയും കിട്ടി. ഇതാണ് ഗൈസ് എൻ്റെ ചിപ്പിമോള്. ഞാനെന്ന് വെച്ചാൽ ജീവന 24 മണിക്കൂർ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളൂ. ഞാൻ അങ്ങോട്ട് പോയാൽ അങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വന്നാൽ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് അവസ്ഥ. ഞങ്ങൾ ഒരുമിച്ച് നടന്നു വരുമ്പോൾ അമ്മ എപ്പോഴും പറയും ദേ വിക്രമാദിത്യനും വേതാളവും വരുന്നുണ്ടെന്ന്. അത്രയ്ക്ക് കൂട്ടാണ് ഞങ്ങൾ രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മാംഗോയുടെ ഫ്രൂട്ടിയായിരുന്നു വാങ്ങിച്ചത്. അനിയൻ വാങ്ങിച്ചത് മറ്റേ ആപ്പിൾ ജ്യൂസ്. അപ്പം ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്യട്ടെന്നും പറഞ്ഞ് മേടിച്ച് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ചെയ്തു. പിന്നെ അവൻ വഴക്ക് പറയാൻ നിൽക്കരുത്, നമ്മൾ അതിന് മുമ്പ് അങ്ങ് ക്യൂട്ട്നെസ് ഇടണം. ക്യൂട്ട്നെസ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിലങ്ങ് വീണോളും. പാവം അനിയന്മാരെല്ലാവരും വീഴും. നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനം അത് കയ്യാങ്കളിയിലോട്ട് പോകും. അവസാനം മൂത്തവർക്ക് അമ്മമാരുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടും. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്യൂട്ട്നെസ് ഇടുക. എൻ്റെ അനിയൻ ഞാനിവിടെ ക്യൂട്ട്നെസ് ഇടുമ്പോൾ പറയും, ഓ ഇങ്ങനൊന്നും കാണിക്കരുത്, നമുക്ക് അടിക്കാൻ തോന്നൂല, പാവം തോന്നുന്നൊക്കെ. അത് തന്നെ ആ ഒരു ഇത് കയറി ഞാനങ്ങ് പിടിക്കുകയും ചെയ്യും. ഇപ്പം എൻ്റെ മെയിൻ പരിപാടി എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പിന്നെ അങ്ങ് ക്യൂട്ട്നെസ് ഇടുക, അത്രേ ഉള്ളൂ. ചെറുതായിട്ട് അമ്മയെ അതിൽ വീണ് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇപ്പം കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ചു വെക്കാനൊരു വഴി ഞാനായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി ശരിക്കും ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.